Hi dears. In this section we want to learn about vibrational spectra of anharmonic diatomic oscillators. So before that we want to discuss about anharmonic oscillators. Yesterday we discussed that is we learned about harmonic oscillators, that the molecules can be considered as harmonic oscillators during their vibrations, and we have found the vibrational energy as V plus half hc omega oscillation, and we learn about the different vibrational energy levels. They are equally spaced, and the spectra obtained for such molecule is only a single line, and that is the thing about harmonic oscillators. But in actual practice, that is actually a molecule will give the IR spectrum of a molecule consists of different lines. Several lines are there. So actually if the molecule behave like a harmonic oscillator, we will get only one line, but actually we will get several lines. That means the molecule is not simple harmonic, and it have anharmonic, that is it is anharmonic in nature, and the deviation is due to anharmonicity in the molecule. നമ്മൾ മോളിക്യൂള് ഹാർമോണിക്കാണ്, സിമ്പിൾ ഹാർമോണിക്കാണ് എന്നുള്ളൊരു അസംഷൻ വെച്ചിട്ടാണ് ഇന്നലെ അതൊക്കെ പറഞ്ഞത്. ബട്ട് ആക്ച്വലി മോളിക്യൂൾ ഈസ് നോട്ട് സിമ്പിൾ ഹാർമോണിക് ആൻഡ് ഇറ്റ് ഹാവ് സം അൻഹാർമോണിസിറ്റി. ഇനി എന്താ നമുക്ക് നോക്കി നോക്കാം. For example, we know that during vibration the bond will compress or bond will stretch. Suppose this is the actual bond and it can compress or it can stretch. So usually during compressing of a bond, what will happen? The atoms will come closer. So when they come closer, there occurs repulsive forces. So in order to overcome these repulsive forces, a restoring force will maintain to attain the initial position. ഇനീഷ്യൽ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു റിസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം മോളിക്യൂളിൻ്റെ കേസിൽ ഇഫ് വി ആർ കംപ്രസിങ് ദ മോളിക്യൂൾ, ആറ്റംസ് നമ്മളിങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ ആറ്റംസ് വിൽ കം ക്ലോസർ, സോ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ റിസ്റ്റോറിങ് ഫോഴ്സിനെ കൂടാതെ വേറൊരു ഫോഴ്സ് കൂടി അങ്ങോട്ട് നമ്മുടെ ആദ്യത്തെ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിനെ റീഇൻഫോഴ്സ് ചെയ്യും. അതായത് വേറൊരു ഫോഴ്സ് കൂടി അവിടെ ഡെവലപ്പ് ചെയ്യും. ദാറ്റ് വിൽ റീഇൻഫോഴ്സ് ദ റെസ്റ്റോറിങ് ഫോഴ്സ്. റെസ്റ്റോറിങ് ഫോഴ്സിനെ അത് റീഇൻസ്റ്റോർ ചെയ്യും. ഓക്കെ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് മോളിക്യൂള് ഇതിപ്പോൾ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആണ്. കംപ്രസ് ചെയ്യുമ്പോൾ എനർജി കൂടും, ദെൻ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോഴും എനർജി കിട്ടും. അങ്ങനെ നമുക്കൊരു പരാബോളയായിട്ടാണ് കിട്ടിയത് അല്ലേ. ബട്ട് ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ഇങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? റിപ്പൾസീവ് ഫോഴ്സ് കൂടും അല്ലേ. അപ്പോൾ ഇതിനെ അടുത്തേക്ക് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ആൾറെഡി ഇങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ ഒരു റിസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടായിരിക്കും, വേറൊരു ഫോഴ്സ് കൂടി ഡെവലപ്പ് ചെയ്യും. ദാറ്റ് വിൽ എൻഹാൻസ് ദ റിസ്റ്റോറിങ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള എനർജിയിൽ ഒരു ഷാർപ്പ് ഇൻക്രീസ് ഇൻ എനർജിയാണ് വരിക. അൻഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ ഒരു ഷാർപ്പ് ഇൻക്രീസ് ആണ് വരുന്നത്. സിമിലർലി വെൻ ഡ്യൂറിങ് ഇലോങ്ങേഷൻ ഒരു മോളിക്യൂളിനെ നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്യാണ്, നീട്ടുകയാണ് വിചാരിച്ചോളൂ. അപ്പോൾ ആക്ച്വൽ പ്രാക്ടീസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നീട്ടുമ്പോൾ ഒരു റെസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ മോളിക്യൂളിൻ്റെ കേസിൽ നമ്മൾ ബോണ്ടിനെ ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബോണ്ട് വിൽ ബ്രേക്ക്. അതായത് രണ്ട് മോളിക്യൂൾ ഒരു ഒപ്റ്റിമം ഡിസ്റ്റൻസിൽ വരുമ്പോഴാണ് അവിടെ ഒരു ബോണ്ട് വരുന്നത്. അപ്പോൾ അതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പോയി അത് സെപ്പറേറ്റ് ആറ്റമായി മാറും, ബോണ്ട് ബ്രേക്ക് ചെയ്യും അല്ലേ. അപ്പോഴും നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമുക്ക് ഇങ്ങനെ കിട്ടിയെങ്കിൽ നമുക്കൊരു അൺഹാർമോണിക് ഓസിലേറ്ററിൽ നമുക്ക് ഇങ്ങനെയാണ് എനർജി വരും. ഇവിടെ വെച്ചിട്ട് ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളൊരു കറക്റ്റ് ഒരു പരാബോള അല്ല നമുക്ക് കിട്ടുക ആക്ച്വൽ പ്രാക്ടീസിൽ. നമ്മൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനെയാണ് ഇത് ഫേവർ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഇങ്ങനെയായിരുന്നു കിട്ടിയിരുന്നത്. പക്ഷേ ആക്ച്വലി നമുക്ക് വേറെ രീതിയിലാണ് കിട്ടുക. അതിനെയാണ് നമ്മൾ അൻഹാർമോണിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വൽ മോളിക്യൂൾസിൻ്റെ കേസിൽ വരുമ്പോൾ കംപ്രസ് ചെയ്യുമ്പോഴും ഇലോങ്ങേറ്റ് ചെയ്യുമ്പോഴും എനർജി കൃത്യമായിട്ടല്ല ആ ചേഞ്ച് വരുന്നത്. യൂഷ്വലി അങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഹാർമോണിക് ഓസിലേറ്റർ ആകുമ്പോഴാണ് ഈക്വൽ എനർജി സ്പേസിംഗ് ഒക്കെ വരുന്നത്. അൺഹാർമോണിക്സിറ്റി വരുന്നത് കാരണം ഡിഫറൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്താണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. എന്താണ് അൺഹാർമോണിസിറ്റി എന്ന് മനസ്സിലായില്ലേ? യൂഷ്വൽ പ്രാക്ടീസിൽ കംപ്രസ് ചെയ്യുമ്പോഴൊക്കെ എന്താ വരുന്നത്?
അവിടെ ഒരു ഇൻക്രീസ് ഇൻ എനർജി വരും. അതുപോലെ നമ്മൾ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ യൂഷ്വലി ഒരു പരാബോളയായിട്ടല്ല എനർജി കിട്ടുക, വേറൊരു രീതിയിലാണ് നമുക്ക് എനർജി കിട്ടുക. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് അല്ല, മോളിക്യൂൾസ് ആർ നോട്ട് സിമ്പിൾ ഹാർമോണിക്, ദേ ബിഹേവ് ലൈക്ക് ആൻ അൺഹാർമോണിക് ഓസിലേറ്റർ. Yesterday we learned about the vibrational energy levels of a harmonic oscillator, and these are the vibrational energy levels. They are equally spaced. And now we want to check the vibrational energy levels of a anharmonic oscillator. Anharmonicity varumbo enganeyirikkum vibrational energy levels. And you know, for simple harmonic oscillator, what is vibrational energy? EV is equal to V plus half H nu oscillation, that is in joules, V plus half Hc omega oscillation, that is in joules. Okay, then this is for simple harmonic oscillator. Later P.M. Morse in 1929 modified this equation, and it can be applicable for anharmonic diatomic oscillator. So for anharmonic diatomic oscillator, the vibrational energy can be written as EV equal to V plus half Hc omega oscillation minus V plus half whole squared Hc X oscillation omega oscillation. ഇതാണ് എനർജി, അൺഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജി. മോഴ്സ് ആണ് ഡെവലപ്പ് ചെയ്തത്. ഇ വി ഈക്വൽ ടു വി പ്ലസ് ഹാഫ് എച്ച് സി ഒമേഗ. ഇത്ര വരെ എന്തിൻ്റെ ആയിരുന്നു? സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. പിന്നെ ഒരു വേറൊരു ടേം കൂടിയുണ്ട്, മൈനസ് വി പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയേർഡ് എച്ച് സി എക്സ് ഓസിലേഷൻ ഒമേഗ ഓസിലേഷൻ, വേർ എക്സ് ഓസിലേഷൻ ഈസ് ടേംഡ് ആസ് ദി അൺഹാർമോണിസിറ്റി കോൺസ്റ്റൻറ്റ്. ഇയാളെ പറയുന്ന പേരാണ് അൺഹാർമോണിസിറ്റി കോൺസ്റ്റൻറ്റ്. അപ്പം ഇതാണ് എനർജി. ഇത് വെറും സിമ്പിൾ ഹാർമോണിക്കാണ്. അൺഹാർമോണിസിറ്റി ഉണ്ടെങ്കിൽ ഇതാണ് ഇക്വേഷൻ. അപ്പം നമ്മൾ ഓരോ ലെവലിലും ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ഹാഫ് എച്ച് സി ഒമേഗ ഓസിലേഷൻ മൈനസ് 1 പ്ലസ് ഹാഫ് സ്ക്വയേർഡ് എച്ച് സി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. അപ്പം നമുക്ക് ഓരോ എനർജി ലെവൽസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം മനസ്സിലായത് ഈക്വലി സ്പേസ്ഡ് അല്ല വരുന്നത്. വൈബ്രേഷണൽ എനർജി ലെവൽസ് എനർജി ഇങ്ങനെ കുറഞ്ഞേ വരികയാണ്. കാരണം നോക്കൂ, ഒരു മൈനസ് ഒരു പോർഷൻ ഇവിടെ വി പ്ലസ് ഹാഫാണ് വരുന്നത്, ഇവിടെ സ്ക്വയർ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ കുറച്ച് പോർഷൻസ് ഇങ്ങനെ ഹയർ ലെവലിലേക്ക് പോകുന്തോറും എനർജി ഇങ്ങനെ കുറഞ്ഞു വരിക ചെയ്യുന്നത്. അതായത് ഗ്യാപ്പ് കുറഞ്ഞു വരിക, ഡെൽറ്റ ഇ എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഫിഗർ വരയ്ക്കുമ്പോൾ മനസ്സിലാക്കും, കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെ ഒരു അൺഹാർമോണിക് ആണെങ്കിൽ എന്തായിരിക്കും? വൈബ്രേഷണൽ എനർജി ലെവൽസ് ഈക്വലി സ്പേസ്ഡ് അല്ല, ഡിഫറെൻ്റ് ആയിരിക്കും. സോ പുതിയ എനർജിയുടെ എക്സ്പ്രഷൻ ഇതാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇ ഈക്വൽ ടു വിക്ക് 0 എന്ന് കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ നമുക്ക് എനർജിയുടെ ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് 0 എനർജി ഉണ്ടല്ലേ. കാരണം എന്താണ്? എനർജിക്ക് ഒരു വാല്യൂ വരും വി ഈക്വൽ ടു 0 ദെൻ V1 ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും V2 V3 V4. അപ്പോൾ ഇവിടെ നോക്കൂ, എനർജി കൂടി വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അടുത്തടുത്ത വൈബ്രേഷണൽ എനർജി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞു വരികയാണ് ഹയർ ലെവൽസിലേക്ക്. ഇവിടെ വരുമ്പോൾ ഗ്യാപ്പ് വരുന്നുണ്ട്, പക്ഷേ ഹയർ ലെവൽസിലേക്ക് വരുമ്പോൾ അടുത്തടുത്ത ബാൻഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇതാണ് പിന്നെ ടീച്ചർ പറഞ്ഞത്. ഇത് കംപ്രസ് ചെയ്യുക അല്ലേ. കംപ്രസ് ചെയ്യുമ്പോൾ എനർജി ഇങ്ങനെ ഷൂട്ട് ഔട്ട് ചെയ്യും. കാരണം മറ്റേ ഒരു റിസ്റ്റോറിങ് ഫോഴ്സ്, വേറൊരു ഫോഴ്സ് കൂടി വരും അല്ലേ. ഇനി ഈ ഭാഗം എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? സ്ട്രെച്ച് ചെയ്യുക. ബോണ്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്താൽ ഒരു പർട്ടിക്കുലർ എനർജി എത്തുമ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഡിസോസിയേഷൻ എനർജി വരുന്നത്. ഇവിടെ വെച്ചിട്ട് ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്തു. നമ്മൾ സിമ്പിൾ ഹാർമോണിക് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരുന്ന പരബോള അല്ലേ. പക്ഷേ ആക്ച്വലി നമ്മളുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ദെൻ നമ്മൾ നേരത്തെ പഠിച്ചു സിമ്പിൾ ഹാർമോണിക് ആണെങ്കിൽ ഈക്വലി സ്പേസ്ഡ് വരിക. പക്ഷേ ഇവിടെ ഈക്വലി സ്പേസ്ഡ് അല്ല. ഹയർ എനർജി ലെവൽസിലേക്ക് പറയുമ്പോൾ ദേ ആർ ക്ലോസ്ലി പാക്ക്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. എനർജി ഡിഫറൻസ് കുറയും. അതാണ് പറഞ്ഞത്. ഹയർ ലെവൽസിലേക്ക് പോകുമ്പോൾ ഡെൽറ്റ ഇ പറഞ്ഞാൽ എന്താണ്? രണ്ട് വൈബ്രേഷൻ എനർജി തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുക. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതാണ് ഗ്രാഫ്. Now we want to study fundamental transition, fundamental frequency and fundamental band. എന്താണ് ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ? യൂഷ്വലി മോളിക്യൂൾ എല്ലാം ഒരു യൂഷ്വൽ ടെമ്പറേച്ചറിൽ മോളിക്യൂൾസ് എല്ലാം ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും അല്ലേ.
V equal to 0 എന്നുള്ളതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ. ഓക്കെ, അപ്പോൾ പുറത്തുനിന്നൊരു എനർജി കിട്ടിച്ചാൽ വേഗം V equal to 0 എന്ന് V equal to 1ലേക്കൊരു ട്രാൻസിഷൻ നടക്കും. ആ ട്രാൻസിഷനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ട്രാൻസിഷൻ ഓഫ് വൈബ്രേഷണൽ മോഡ് ഇൻ വിച്ച് ദ ട്രാൻസിഷൻ ഈസ് ബിറ്റ്വീൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ദാറ്റ് ഈസ് V equal to 0 to V equal to 1 ഈസ് ടേംഡ് ആസ് ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ. ഈ ട്രാൻസിഷനെയാണ് ഫണ്ടമെൻ്റൽ. എന്താ ഫണ്ടമെൻ്റൽ? V equal to 0 എന്ന സ്റ്റേറ്റിൽ നിന്ന് V equal to 1 എന്ന സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷനാണ് ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ. അപ്പോൾ ഉണ്ടാകുന്ന ഫ്രീക്വൻസിയാണ് പറയുന്നത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ദ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ടു ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ ഇസ് ടേംഡ് ആസ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ദെൻ അപ്പോൾ നമുക്കൊരു ലൈൻ കിട്ടുമല്ലോ അല്ലേ, സ്പെക്ട്രത്തിലൊരു ലൈൻ കിട്ടും. അതിനെയാണ് ഫണ്ടമെൻ്റൽ ബാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിംപ്ലി ഫണ്ടമെൻ്റൽ എന്ന് പറയും. സോ എന്താ ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ബാൻഡ് എന്ന് പറഞ്ഞു വെച്ചാൽ ദ വൈബ്രേഷണൽ ട്രാൻസിഷൻ ഇൻവോൾവ്സ് V equal to 0 to V equal to 1 is termed as fundamental transition. Now we want to check selection rule for anharmonic oscillator. For harmonic oscillator we found that delta V equal to plus or minus 1 ആയിരുന്നു അല്ലേ, തൊട്ടടുത്ത ലെവലിലേക്കേ പോകാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. ബട്ട് ഫോർ അൺഹാർമോണിക് ഓസിലേറ്റർ ഫ്രം 0 it can transfer to 2, 3 etc. സോ അങ്ങനെയുള്ള ട്രാൻസിഷൻസും പോസിബിൾ ആണ്. സോ ഫോർ അൺഹാർമോണിക് ഓസിലേറ്റർ ദ സെലക്ഷൻ റൂൾ, ക്വാണ്ടം മെക്കാനിക്കൽ സെലക്ഷൻ റൂൾ ഈസ് ഡെൽറ്റ വി ക്യാൻ ഹാവ് വാല്യൂസ് പ്ലസ് ഓർ മൈനസ് 1, പ്ലസ് ഓർ മൈനസ് 2, പ്ലസ് ഓർ മൈനസ് 3 എക്സെട്ര. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കണം, ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ സെലക്ഷൻ റൂൾ എന്താണ്? പ്ലസ് ഓർ മൈനസ് 1 മാത്രമാണ്. ഹാർമോണിക് ഓസിലേറ്റർ ആണെങ്കിൽ ഇങ്ങനെയുള്ള ട്രാൻസിഷൻസ് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി മോളിക്യൂൾസിൽ നമുക്ക് ഹാർമോണിക് അല്ല, അത് അൺഹാർമോണിക് ആണ്. സോ ഫോർ അൺഹാർമോണിക് ഓസിലേറ്റർ താഴെയുള്ളതിൽ നിന്നും നെക്സ്റ്റ് ഹയറിലേക്കും അതിൻ്റെ ഹയറിലേക്കും ഒക്കെ ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. സോ ദ സെലക്ഷൻ റൂൾ ഈസ് ഡെൽറ്റ വി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1, പ്ലസ് ഓർ മൈനസ് 2, പ്ലസ് ഓർ മൈനസ് 3 എക്സെട്ര. Okay, now we want to study another term that is termed as overtones. എന്താണ് ഓവർടോൺസ് എന്ന് നോക്കാം. എന്താ ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ ദ ട്രാൻസിഷൻ ഇൻവോൾവ്സ് V equal to 0 to V equal to 1. അപ്പോൾ നോക്കൂ, ഇവിടെ ഒരു ക്വാണ്ടം എനർജിയാണ് അബ്സോർബ് ചെയ്യുന്നത്. h എന്നുള്ള ഒരു ക്വാണ്ടം എനർജി അബ്സോർബ് ചെയ്താലാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചാടാൻ പറ്റുക. അപ്പോൾ ഈ V equal to 0 എന്ന് 1ൽ നിന്ന് 2ലേക്കും ട്രാൻസിഷൻ പോസിബിൾ ആണ് കേട്ടോ. There is a transition that is possible from V equal to 0 to V equal to 2. അതുപോലെ തന്നെ V equal to 0 to V equal to 3ലേക്കും ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. V equal to 0 to V equal to 3ലേക്ക് പോസിബിൾ ആണ്. സോ ഇങ്ങനെയുള്ള ഓരോ ട്രാൻസിഷൻസ് വരുമ്പോഴും നമുക്ക് ഓരോ ബാൻഡ് കിട്ടും അല്ലേ. അപ്പോൾ ഇത് ഫണ്ടമെൻ്റലിന്. ദെൻ അതിന് നെക്സ്റ്റ് ഹയർ ആയിട്ടാണ് V equal to 0 to V equal to 2ലേക്കുള്ള ബാൻഡ് കിട്ടുക. അതുപോലെ തന്നെ അടുത്തത് അതിൻ്റെ അപ്പുറത്താണ് കിട്ടുക. ഓക്കെ, സോ നമുക്ക് ഡിഫറെൻറ്റ് ലൈൻസ് കാണാമെന്ന് പറഞ്ഞില്ലേ, അതിനുള്ള റീസൺ ഇതാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ലൈൻസാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെ ഇത് ഫണ്ടമെൻ്റൽ, അതിൻ്റെ അപ്പുറത്ത് വേറൊന്ന് കിട്ടും, അതിൻ്റെ അപ്പുറത്ത് വേറൊന്ന് കിട്ടും, അങ്ങനെ ഡിഫറെൻറ്റ് ലൈൻസാണ് നമുക്ക് കിട്ടുക. ഇതിനെയാണ് ഇങ്ങനെയൊക്കെ ഫണ്ടമെൻ്റലിന് അപ്പുറത്ത് കിട്ടുന്ന ഈ ബാൻഡിനെയാണ് നമ്മൾ പറയുന്നത് ഓവർടോൺസ് എന്ന്. അപ്പോൾ നോക്കൂ, ഇവിടെ V equal to 0 എന്ന് V equal to 2ലേക്ക് ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ ഡെൽറ്റ V എന്തായിരിക്കും? 2 ആയിരിക്കും അല്ലേ. V equal to 0 എന്ന് V equal to 3ലേക്ക് പോകുമ്പോൾ ഡെൽറ്റ V എന്തായിരിക്കും? 3 ആയിരിക്കും അല്ലേ. അങ്ങനെ the transitions in which delta V is equal to 2 or 3, 4 അങ്ങനെ the transitions in which delta V is equal to 2 or 3 and the transitions are usually from V equal to 0, usually 0ൽ നിന്നായിരിക്കണം. And that causes presence of signals addition to the fundamental bands. അത് ഇത്തരം ട്രാൻസിഷൻസ് that causes presence of signals in addition to the fundamental bands in which frequencies are higher than the fundamental. ഇവിടെ frequency എന്ന് പറയുന്നത് higher than the fundamental transition and these are termed as overtones.
അപ്പോൾ എന്താ ഓവർടോൺസ് എന്ന് പറയുന്നത്? V equal to 0 എന്ന് V equal to 2, V equal to 0 എന്ന് V equal to 3, V equal to 0 എന്ന് V equal to 4 അങ്ങനെയുള്ള ട്രാൻസിഷൻസ്, ദാറ്റ് ഈസ് ഡെൽറ്റ V 2, 3, 4 എന്നിങ്ങനെയുള്ള ട്രാൻസിഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓവർടോൺസ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ട്രാൻസിഷൻ യൂഷ്വലി ഇൻവോൾവ്സ് പ്രസൻസ് ഓഫ് ബാൻഡ്സ് സിഗ്നൽസ് റൈറ്റ് ടു ദി ഫണ്ടമെൻ്റൽ ബാൻഡ്. ഫണ്ടമെൻ്റൽ ബാൻഡിൻ്റെ റൈറ്റ് ആയിട്ടാണ് നമുക്കത് കിട്ടുന്നത്. ആൻഡ് ദീസ് ബാൻഡ്സ് ആർ ടേംഡ് ആസ് ഓവർടോൺ. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് കിട്ടിയത് ഫണ്ടമെൻ്റലിൻ്റെ തൊട്ടടുത്ത് കിട്ടിയത് ഏതാണ്? 0 to 2 ആണ് അല്ലേ? ഇതിനെ നമ്മൾ ഫസ്റ്റ് ഓവർടോൺ എന്നാ പറയുക. ഫസ്റ്റ് ഓവർടോൺ ഇതേതായിരുന്നു? V equal to 0 to V, ഇത് ഫണ്ടമെൻ്റൽ, ഇത് ഫസ്റ്റ് ഓവർടോൺ. അതായത് 0 നിന്ന് 2 ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ നമുക്ക് തൊട്ടടുത്താണ് കിട്ടുക. യൂഷ്വലി ഫ്രീക്വൻസി ട്വൈസ്, ഇതിനേക്കാൾ 2 ഫ്രീക്വൻസി കൂടുതൽ ആയൊരു ബാൻഡിലാണ് ഇത് കിട്ടുക. ദെൻ 0 to 3 പറയുന്നതിനെ നമ്മൾ സെക്കൻഡ് ഓവർടോൺ എന്നാണ് പറയുക. സെക്കൻഡ് 0 നിന്ന് 3 സെക്കൻഡ് ഓവർടോൺ. അത് അതിൻ്റെ തൊട്ടടുത്താണ് നമുക്ക് സിഗ്നൽ കിട്ടുക. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ഓവർടോൺ വിത്ത് എ ഫ്രീക്വൻസി ത്രൈസ് ആസ് ദാറ്റ് ഓഫ് ദി ഫണ്ടമെൻ്റൽ. സോ ഈ ബാൻഡിനെയാണ് നമ്മൾ ഓവർടോൺസ് എന്ന് പറയുന്നത്. ഹാർമോണിക് ഓസിലേറ്റർ ആയിരുന്നുവെങ്കിൽ ഒരൊറ്റ ബാൻഡേ കിട്ടുള്ളൂ, കാരണം എല്ലാം ഈക്വലി സ്പേസ്ഡ് ആണ് അല്ലേ. ബട്ട് ഇൻ ദ കേസ് ഓഫ് അൺഹാർമോണിക് ഓസിലേറ്റർ ദിസ് ഈസ് ദ സെലക്ഷൻ റൂൾ. സോ അതർ ട്രാൻസിഷൻസ് ആർ ഓൾസോ പോസിബിൾ ആൻഡ് ദിസ് ഈസ് ടേംഡ് ആസ് ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ ആൻഡ് others are termed as overtones. And overtones will gives usually signals right to the fundamental and they have frequency higher than the fundamental. അപ്പോൾ നോക്കൂ, ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ ഒരു ക്വാണ്ട അബ്സോർബ് ചെയ്താൽ മതി അല്ലേ. പക്ഷേ ഫസ്റ്റ് ഓവർടോൺ ട്രാൻസിഷൻ കിട്ടണമെങ്കിൽ 2 ക്വാണ്ട അബ്സോർബ് ചെയ്യണം. ദെൻ സെക്കൻഡ് ഓവർടോൺ ട്രാൻസിഷൻ നടക്കണമെങ്കിൽ 3 ക്വാണ്ട അബ്സോർബ് ചെയ്യണം. സോ ഇഫ് വി ഐ ഈസ് ദ ഫ്രീക്വൻസി അബ്സോർബ്ഡ്, ദാറ്റ് ഈസ് ന്യൂ ഐ, വി ഐ അല്ല, ന്യൂ ഐ ഈസ് ദ ഫ്രീക്വൻസി ഓഫ് അബ്സോർപ്ഷൻ ഫോർ ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ. ഓവർടോൺസ് ഹാവിങ് ഫ്രീക്വൻസി n ന്യൂ ഐ. മനസ്സിലായോ? ന്യൂ ഐ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ്റെ ഫ്രീക്വൻസി ആണ് എങ്കിൽ n ന്യൂ ഐ ആണ് ഓവർടോൺസിൻ്റെ. അപ്പോൾ സെക്കൻഡ് ഓവർടോൺ ആണെങ്കിൽ, ഫസ്റ്റ് ഓവർടോൺ ആണെങ്കിൽ 2 ന്യൂ ഐ വരും, സെക്കൻഡ് ഓവർടോൺ ആണെങ്കിൽ 3 ന്യൂ ഐ വരും. അപ്പോൾ n ക്യാൻ ഹാവ് വാല്യൂസ് 2, 3 എക്സെട്ര. മനസ്സിലായോ? ന്യൂ ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓവർടോണിന് വേണ്ട ഫ്രീക്വൻസി, മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത്ര ഫ്രീക്വൻസിയാണ് ഇത് അബ്സോർബ് ചെയ്യുക. അതായത് IR റേഡിയേഷൻ വരുമ്പോൾ ന്യൂ ഐ വൈബ്രേഷൻസ് ആണ് ഒക്കെ എന്നെങ്കിൽ ഫണ്ടമെൻ്റൽ ട്രാൻസിഷനാണ് നടക്കുക. n ന്യൂ ഐ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ നമുക്ക് കിട്ടും. അതായത് 2 ന്യൂ ഐ, 3 ന്യൂ ഐ അബ്സോർബ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ഓവർടോൺ കിട്ടും. അപ്പോൾ മനസ്സിലായോ? മിസ് ഓൾറെഡി പറഞ്ഞില്ലേ, ഹാർമോണിക് ആണെങ്കിൽ ഒരൊറ്റ ലൈനാണ് നമ്മൾ കിട്ടുക, മനസ്സിലാക്കി. ബട്ട് ആക്ച്വലി ഒരു മോളിക്യൂളിൻ്റെ IR സ്പെക്ട്രം എടുക്കുമ്പോൾ നമുക്ക് സെവറൽ ലൈൻസ് കിട്ടും. അതിനുള്ള റീസൺ മനസ്സിലായില്ലേ? ദേ ആർ നോട്ട് ഈക്വലി സ്പേസ്ഡ്. അപ്പോൾ അതർ ട്രാൻസിഷൻസും പോസിബിൾ ആണ്. സോ യു വിൽ ഗെറ്റ് ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ V equal to 0 to V equal to 1. അതൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യുമ്പോഴാണ് കിട്ടുക. ദെൻ ഫസ്റ്റ് ഓവർടോൺ, സെക്കൻഡ് ഓവർടോൺ, അങ്ങനെയാണ്. അപ്പോൾ എന്താ ഓവർടോൺസ് പറഞ്ഞു വെച്ചാൽ, ഓവർടോൺസ് ആർ ട്രാൻസിഷൻ ഇൻ വിച്ച് ഡെൽറ്റ V ഈക്വൽ ടു എന്തായിരിക്കണം? 2, 3 എക്സെട്ര ആയിരിക്കണം. ഓക്കെ. സോ യൂഷ്വലി അവർ അബ്സോർബ് ചെയ്യണമെങ്കിൽ മോർ ക്വാണ്ട ഈസ് അബ്സോർബ്ഡ്. പക്ഷേ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള പീക്ക് ഫണ്ടമെൻ്റലിൻ്റെ പീക്കായിരിക്കും. നല്ല എന്താ ഇൻറ്റൻസിറ്റി പറഞ്ഞാൽ നല്ല ഷാർപ്പായിട്ട് നല്ല ഇൻറ്റൻസ് ആയിട്ട് കാണും. പിന്നെ വരുന്നത് ഫസ്റ്റ് ഓവർടോൺ ആയിരിക്കും, പിന്നെ വരുന്നത് സെക്കൻഡ് ഓവർടോൺ, അങ്ങനെയായിരിക്കും. കാരണം എന്താണ്? മോസ്റ്റ് ഓഫ് ദ മോളിക്യൂൾ കുറച്ച് എനർജി അബ്സോർബ് ചെയ്തിട്ടുള്ള ട്രാൻസിഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ പേരും ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻസ് ആണ് തരിക. അതുകൊണ്ടാണ് അത് ഇൻറ്റൻസ് ആയിട്ട് കാണുന്നത്. പിന്നെ ഇങ്ങനെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാം. മനസ്സിലായോ? ഇപ്പോൾ എന്താ ഫണ്ടമെൻ്റൽ, ഓവർടോൺ എന്നൊക്കെ പറഞ്ഞാൽ? ഓക്കെ. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ ബാൻഡ്സ് എന്താ പഠിച്ചു? എന്താണ്? V equal to 0 to V equal to 1. ദെൻ ഓവർടോൺസ് എന്താ പഠിച്ചു? എന്താണ്? 0 to 2, 0 to 3 ട്രാൻസിഷൻസിനെയാണ് നമ്മൾ ഓവർടോൺസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹോട്ട് ബാൻഡ്സ്. എന്താണ് ഹോട്ട് ബാൻഡ്സ്? ഹോട്ട് ബാൻഡ്സ് കറസ്പോണ്ടിങ് ടു ട്രാൻസിഷൻ ബിറ്റ്വീൻ 2 എക്സൈറ്റഡ് സ്റ്റേറ്റ്. 2 എക്സൈറ്റഡ് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസിഷൻസ് ആണ് ഹോട്ട് ബാൻഡ്. യൂഷ്വലി നമുക്കറിയാം മോളിക്യൂൾസ് എല്ലാം ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്നുള്ള ട്രാൻസിഷൻസ് ആണ് നടക്കുക. പകരം മോളിക്യൂൾസ് ആൾറെഡി എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തി, എന്നിട്ട് അവിടുന്ന് ട്രാൻസിഷൻ നടക്കുമ്പോഴുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോട്ട് ബാൻഡ്സ്. അപ്പോൾ കിട്ടുന്ന ബാൻഡിനെയാണ് ഹോട്ട് ബാൻഡ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ എന്താ ഹോട്ട് ബാൻഡ്സ് കറസ്പോണ്ടിങ് ടു ട്രാൻസിഷൻ ബിറ്റ്വീൻ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തിയിട്ട് പിന്നെ അവിടുന്ന് അടുത്ത എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഹോട്ട് ബാൻഡ്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടീഷൻ എഴുതാം, V = 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ നമ്മൾ ഓവർടോൺ ഫണ്ടമെൻ്റൽ എന്നൊക്കെ പറയും അല്ലേ. ഹോട്ട് ബാൻഡ് ആവുമ്പോൾ എപ്പോഴും മോളിക്യൂൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. സോ ദ ട്രാൻസിഷൻസ് ഇൻ വിച്ച് V is greater than 0, that is the ground state is greater than 0, that is the first lower state in which V greater than 0 is termed as hot bands. That is the transitions involves in which the lower state in which V greater than 0, V 0യിൽ നിന്ന് അതായത് V = 1ൽ നിന്ന് V = 2യിലേക്കുള്ള ട്രാൻസിഷനെയാണ് നമ്മൾ ഹോട്ട് ബാൻഡ് എന്ന് പറയുക. അല്ലെങ്കിൽ V = 2യിൽ നിന്ന് അടുത്ത V = 3യിലേക്ക്, അങ്ങനെയുള്ള ട്രാൻസിഷൻസിനെയാണ് ഹോട്ട് ബാൻഡ്സ്. അതുപോലെ തന്നെ 2യിൽ നിന്ന് നമുക്ക് 4ലേക്കൊക്കെ പോവാട്ടോ, പക്ഷേ ഒരിക്കലും 0യിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നുള്ള ട്രാൻസിഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോട്ട് ബാൻഡ്സ്. സോ വാട്ട് ആർ ഹോട്ട് ബാൻഡ്സ്? Hot bands corresponding to transition from excited state. In such transitions, the lower state having vibrational quantum number value V greater than 0 ആയിരിക്കും. അത്തരം ബാൻഡ്സിനെയാണ് എന്ത് പറയുന്നത്, ഹോട്ട് ബാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഹോട്ട് ബാൻഡ് മനസ്സിലായോ? എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നുള്ള ട്രാൻസിഷൻ കാരണം ഉണ്ടാകുന്ന ബാൻഡാണ് ഹോട്ട് ബാൻഡ്സ്. ദാറ്റ് ഈസ് ദ ട്രാൻസിഷൻ ഇൻ വിച്ച് the transition between two excited state, or the transitions in which the lower state having V greater than 0, or we can say that the bands for vibrational transition in which lower value of V is larger than 0 അല്ലാതെ നെക്സ്റ്റ് ഹയർ ലെവൽസിൽ നിന്നുള്ള ട്രാൻസിഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പോൾ കിട്ടുന്ന ബാൻഡ്സാണ് ഹോട്ട് ബാൻഡ്സ് എന്ന് പറയുന്നത്. സോ ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ V = 1 to V = 2 can be considered as that. So that bands corresponding to such transitions are termed as hot bands. Okay, then we want to study why it is termed as hot band. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ ഒരു ഹോട്ട് ബാൻഡ് എന്ന് പറയുന്നത്? Why it is termed as hot band? Because we know at room temperature എങ്കിൽ യൂഷ്വലി molecules are at the ground state. molecules എല്ലാം V = 0 എന്നുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിരിക്കും. And when temperature increases, the molecules are excited to higher states. ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ കുറച്ച് മോളിക്യൂൾസ് ഒക്കെ എന്ത് ചെയ്യും, എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തും. ഓക്കെ, അങ്ങനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് V = 1ലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് പിന്നെ ആ ട്രാൻസിഷൻസ് നടക്കുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് ഇത്തരം ട്രാൻസിഷൻസിനെ ഹോട്ട് ബാൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഹോട്ട് ബാൻഡ്സ് വിൽ ഒക്കർ ഓൺലി അറ്റ് ഹയർ ടെമ്പറേച്ചറിൽ മാത്രമേ നമുക്ക് അത്തരം ബാൻഡ് കിട്ടുള്ളൂ. സോ ദ നെയിം ഹോട്ട് ബാൻഡ്സ്. അതുകൊണ്ടാണ് നമ്മളതിനെ ഹോട്ട് ബാൻഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹയർ ടെമ്പറേച്ചറിൽ മാത്രമാണ് മോളിക്യൂൾസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരുള്ളൂ. അപ്പോൾ മാത്രമാണ് അത്തരം ട്രാൻസിഷൻസ് നടക്കുള്ളൂ. സോ ദേ ആർ ടേംഡ് ആസ് ഹോട്ട് ബാൻഡ്സ്. ദാറ്റ് മീൻസ് ഹോട്ട് ബാൻഡ്സ് വിൽ ഒക്കർ ഓൺലി അറ്റ് എ ഹയർ ടെമ്പറേച്ചർ, ബിക്കോസ് ഓൺലി അറ്റ് ഹയർ ടെമ്പറേച്ചർ the molecules will be their own excited state. So the name hot band. Then usually for an harmonic oscillator, hot band cannot be distinguished from fundamental band. Fundamental bandil നിന്ന് hot band distinguish ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണ്, എല്ലാം ഈക്വലി സ്പേസ്ഡ് ആണ്, എല്ലാവരും ഒരു ലെറ്റ ലൈനായിട്ടാണ് തരുന്നത് അല്ലേ. സോ ബട്ട് ഫോർ അൺഹാർമോണിക് ഓസിലേറ്റേഴ്സ് we can easily distinguish hot band from fundamental. എങ്ങനെയാണ് നമുക്ക് കിട്ടുക? യൂഷ്വലി ഹോട്ട് ബാൻഡ് എന്ന് പറഞ്ഞു വെച്ചാൽ മോളിക്യൂൾസൊക്കെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരണം അല്ലേ. പക്ഷേ എത്ര ഹീറ്റ് കൊടുത്താലും മിക്കവാറും മോളിക്യൂൾസിനൊക്കെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കാനാണ് ഇഷ്ടം. കുറച്ച് പേര് മാത്രമാണ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോവുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ അത്രയും എനർജി കൊടുക്കണം. അപ്പോൾ യൂഷ്വലി ടെമ്പറേച്ചറൊക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ കുറച്ച് മോളിക്യൂൾസാണ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അവർ മാത്രമാണ് ഹോട്ട് ബാൻഡ്സ് തരുള്ളൂ. പിന്നെ നമുക്കറിയാം ഹോട്ട് ബാൻഡ്സ് തരുന്നത് ആരാണ്? ഹയർ ലെവൽസിലാണ്. നമുക്ക് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി ഹയർ ലെവൽസിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ലെവൽസ് ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. ദാറ്റ് ഈസ് ദ എനർജി ഗ്യാപ്പ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് വാല്യൂ ഓഫ് വിയുടെ വാല്യൂ കൂടുന്തോറും എനർജിയുടെ ഗ്യാപ്പ് കുറഞ്ഞു വരിക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ
ഹോട്ട് ബാൻഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് തരുന്ന ബാൻഡ്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് എനർജി മതി അല്ലേ ഇത് തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും. ഈ ഗ്യാപ്പ് പറഞ്ഞാൽ അത്ര ഫ്രീക്വൻസി അബ്സോർബ് ചെയ്താൽ തന്നെ എക്സ്ട്രാ ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ നമുക്ക് യൂഷ്വലി V=0 നിന്ന് V=1 ഒരു ഫണ്ടമെൻ്റൽ ബാൻഡ് നമുക്ക് കാണാൻ പറ്റും. അത്ര ഫ്രീക്വൻസി വേണ്ട ആർക്ക്? ഹോട്ട് ബാൻഡ്സിന്. അപ്പോൾ ഫണ്ടമെൻ്റൽ ട്രാൻസിഷൻ്റെ ലെഫ്റ്റിലാണ് നമുക്ക് ആരെ കാണാൻ പറ്റുക? ഹോട്ട് ബാൻഡ്സ്. ഇതും ഓരോന്നിലായിരിക്കും അല്ലേ, അതായത് 1 നിന്ന് 2 പോകുന്നത്, 1 നിന്ന് 3 2 നിന്ന് 4. അപ്പോൾ ഇവിടെയാണ് ബാൻഡ്സ്, അതായത് ഫണ്ടമെൻ്റൽ ബാൻഡിൻ്റെ ലെഫ്റ്റ്, that is hot bands having frequency less than the fundamental. ഇത് ഫ്രീക്വൻസിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്കിൽ ഹോട്ട് ബാൻഡ്സ് എപ്പോഴും ഫണ്ടമെൻ്റൽ ബാൻഡിൻ്റെ ലെഫ്റ്റ് ആയിട്ടാണ് കാണുക. ദിസ് ഈസ് ഫോർ അൺഹാർമോണിക്. ഹാർമോണിക് ആണെങ്കിൽ ഇത് നമുക്ക് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഫോർ അൺഹാർമോണിക് ഓസിലേറ്റേഴ്സ് ദ ഫണ്ടമെൻ്റൽ ബാൻഡ്സ് ഹോട്ട് ബാൻഡ്സ് ഒക്കുപ്പൈസ് എ പൊസിഷൻ ലെഫ്റ്റ് ടു ദി ഫണ്ടമെൻ്റൽ. എന്തുകൊണ്ടാണ് മനസ്സിലായില്ലേ? എനർജി ഗ്യാപ്പ് കുറവായതുകൊണ്ട് അത്ര ഫ്രീക്വൻസി മതിയില്ലേ? അപ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞ ആൾക്കാരാണ് ഇവിടെ തരുന്നുള്ളത്. ഓക്കെ, ദെൻ നമ്മൾ പഠിച്ചു ഓവർ ടോൺസ് ഇപ്പുറത്താ തരുന്നത്. എന്തുകൊണ്ട് ഓവർ ടോൺസ് കൂടുതൽ തരാൻ കാരണം ഇത്രയും ഗ്യാപ്പ് വേണം അല്ലേ? 0 നിന്നുള്ള വരുന്നവരല്ലേ ഓവർ ടോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാപ്പ് കൂടുക ചെയ്യുന്നത്. അപ്പോൾ ഹയർ ഫ്രീക്വൻസി റേഞ്ചിലാണ് നമുക്ക് ഓവർ ടോൺസ് തരുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, ഇത് ഫണ്ടമെൻ്റൽ അല്ലേ. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്നവരെല്ലാം ഹോട്ട് ബാൻഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡ് കിട്ടിയത്? ഫ്രീക്വൻസി കുറവ് മതി അല്ലേ അവർ കിട്ടാൻ. കാരണം ലോവർ എനർജിയേ വേണ്ടുള്ളൂ അല്ലേ, ഗ്യാപ്പ് കുറവല്ലേ. എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഗ്യാപ്പ് കുറയും. ദെൻ ഇനി എന്താ ഓവർ ടോൺ എന്ന് പറഞ്ഞാൽ 0th ലെവലിൽ നിന്നുള്ള ട്രാൻസിഷൻസ് ആണ്. അപ്പോൾ അവർക്ക് ഫ്രീക്വൻസി കൂടും. അപ്പോൾ റൈറ്റിൽ കിടക്കുന്നവരെല്ലാം ഓവർ ടോൺസ്, ലെഫ്റ്റിൽ കിടക്കുന്നവരെല്ലാം ഹോട്ട് ബാൻഡ്സ്. ഇത് ഫണ്ടമെൻ്റൽ. ഇനി ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റി ഉണ്ടാവുക? നമ്മുടെ ഫണ്ടമെൻ്റൽ. കാരണം മോസ്റ്റ് ഓഫ് ദ മോളിക്യൂൾസ് റിസൈഡ്സ് ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ അവിടെ നിന്നുള്ള ട്രാൻസിഷൻ ഫസ്റ്റ് വരുന്നത് ഫണ്ടമെൻ്റൽ ആയിരിക്കും. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ഹോട്ട് ബാൻഡ്സ്? ഹോട്ട് ബാൻഡ്സ് ആർ ജനറലി വീക്കായിരിക്കും. കാരണം എന്തായിരിക്കും? മോളിക്യൂൾസ്, കുറവ് മോളിക്യൂൾസ് അല്ല. ദാറ്റ് ഈസ് ദ പോപ്പുലേഷൻ. ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ബോൾസ്മാൻ E⁻⁻⁰ എന്നൊക്കെ പറഞ്ഞിട്ട് ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. എത്രത്തോളം മോളിക്യൂൾ ഓരോ ലെവലിൽ നിൽക്കും എന്നുള്ളതാണ് ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോർമലി എല്ലാവരും ഗ്രൗണ്ടിലായിരിക്കും. ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് ഹയർ ലെവലിലേക്ക് വരിക. എന്നാലും ഹയർ ലെവലിലുള്ള പോപ്പുലേഷൻ എപ്പോഴും കുറവായിരിക്കും. കുറച്ച് ആൾക്കാരെയാണ് ഹയർ ലെവലിൽ കിടക്കുന്നുള്ളൂ വെച്ചാൽ അവർ മാത്രമല്ല ട്രാൻസിഷൻ തരിക. അപ്പോൾ യൂഷ്വലി ഹോട്ട് ബാൻഡ്സ് എല്ലാം വീക്കായിരിക്കും. അതുപോലെ നമ്മുടെ ഓവർ ടോൺസും വീക്കായിരിക്കും ഫണ്ടമെൻ്റലിനേക്കാൾ. കാരണം അത്രയും എനർജി ഉണ്ടായാൽ മാത്രമല്ലേ ട്രാൻസിഷൻസ് നടക്കുള്ളൂ. അപ്പോൾ ഹോട്ട് ബാൻഡ്സും വീക്കായിരിക്കും, ഓവർ ടോൺസും വീക്കായിരിക്കും. ഇനി എങ്ങനെയാണ് ഹോട്ട് ബാൻഡ്സും ഓവർ ടോൺസും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? ലെഫ്റ്റിലുള്ളത് ഹോട്ട് ബാൻഡ്, റൈറ്റിലുള്ളത് ഓവർ ടോൺ. ഓക്കെ, ഇനി നമുക്ക് ഈ ഹോട്ട് ബാൻഡ്സിൻ്റെ ഒരു പ്രത്യേകത വീക്കായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. ദെൻ നമുക്ക് അതിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ടെമ്പറേച്ചർ ഇങ്ങനെ കൂട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുന്തോറും എന്ത് ചെയ്യും? നമ്പർ ഓഫ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ ഹോട്ട് ബാൻഡിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂടിക്കൂടി വരും. അങ്ങനെയും നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാം അല്ലേ. ഏത് ബാൻഡിൻ്റെ ഇൻറ്റൻസിറ്റി ആണോ കൂടിക്കൂടി വരുന്നത് അപ്പോൾ മനസ്സിലാക്കാം അത് ഹോട്ട് ബാൻഡാണ്. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഇൻറ്റൻസിറ്റി കൂട്ടുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? പോപ്പുലേഷൻ കൂടുന്നു. അപ്പോൾ ഇൻറ്റൻസിറ്റിയും കൂടും അല്ലേ. കുറേ പേര് തരും ആ ട്രാൻസിഷൻ. അങ്ങനെ നമുക്ക് ഹോട്ട് ബാൻഡ്സിൻ്റെ നേച്ചർ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫണ്ടമെൻ്റൽ ബാൻഡ് V=0 to V=1. ദെൻ ഓവർ ടോൺ V=0 to 2, ദാറ്റ് ഈസ് ഫസ്റ്റ് ഓവർ ടോൺ. V=0 to 3, സെക്കൻഡ് ഓവർ ടോൺ. ദെൻ ഹോട്ട് ബാൻഡ്സ് എന്ന് വെച്ചാൽ എക്സൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള ട്രാൻസിഷൻ 1 to 2, 2 to 3, 2 to 4, 1 to 4 അങ്ങനത്തെ ട്രാൻസിഷൻസ് ആണ് ഹോട്ട് ബാൻഡ്സ്. വൈ ദ നെയിം ഹോട്ട്? ദിസ് വിൽ ഒക്കർ ഓൺലി അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ്.